വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഈ ഒന്ന് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ചോറിന് ഒരു നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിന് മാത്രമല്ല, ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ചില ചേരുവകളൂടി ചേർക്കുമ്പോഴാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇടുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ ഓയിലും എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 സവാള നമ്മൾ ചെറുതായിട്ട് ഒരു സ്ലൈസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാളയുടെ ഒരു വലുപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്. മീഡിയം സൈസ് 2 സവാള എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഫ്ലെയിം കൂട്ടി ആദ്യം വഴറ്റിയെടുക്കരുത്, ചെറു തീയിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 15-20ഓളം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഏകദേശം ഒരു 20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വഴറ്റരുത്, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പക്ഷേ ഇത് വേവത്തുമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം, വളരെ ചെറിയ കഷ്ണം, ഒരു ഇഞ്ചി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ അളവ് കൂടരുത്, ചെറിയൊരു കഷ്ണം മാത്രം മതി. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റോളം കുറഞ്ഞൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ദേ ഒരുവിധം ഒന്ന് വഴന്ന് വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് ആദ്യം ഇട്ടാൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയാണ് അവസാനം ഞാനിടുന്നത്. വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ കറിവേപ്പില എല്ലാം അവസാനം ഇടുമ്പോഴാണ് ആ ഒരു പ്രത്യേക എന്താ പറയുക, ആ ഒരു പ്രത്യേക ഫ്ലേവർ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 2 തണ്ട്, 2-3 തണ്ട് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ 2 തണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് എന്താ പറയുക, കരിഞ്ഞൊന്നും പോകരുത്. ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി നമ്മൾ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇത് ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി. അപ്പോൾ എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് എടുക്കുക. ഇനി വറ്റൽമുളകിൻ്റെ എണ്ണം വേണേൽ കൂട്ടാം. ഇതൊരു ഒരുപാട് എരിവൊന്നും ഇല്ല, എന്നാലും ഒരു മീഡിയം സൈസ് എരിവാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഒരു 4-5 വറ്റൽമുളക് എടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ എന്താ പറയുക, കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചമണം മാറുന്നവരെ 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പുളിയൊക്കെ ഇടുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതുകൂടിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഉള്ളിച്ചമ്മന്തിയുടെ ടേസ്റ്റ് ഒന്ന് കൂടുക. ഇനി നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്, അതും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്, ശർക്കരയാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ ഈ ഒരു അളവിൽ തന്നെ ചേർക്കുക കേട്ടോ. ഏകദേശം ഒരു എന്താ പറയുക, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ശർക്കരയാണ്. ഇപ്പോൾ ചെറുതായതുകൊണ്ട് 2 കഷ്ണം ചേർത്തതാണ്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും അരക്കരുത്. ഈ ഒരു പാകത്തിൽ കണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് അരഞ്ഞാൽ മാത്രം മതി. ഒരുപാട് പേസ്റ്റ് പോലെ ആകരുത്. ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുത്തിട്ട് വരാൻ. ഒട്ടും തന്നെ വെള്ളവും ചേർക്കരുത്. വെള്ളം ചേർത്താൽ എന്തായിപ്പോവും, വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം. ഒരുപാട് അരഞ്ഞു പോയാൽ നമ്മുടെ ഈ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാത്തിനും ഇന്നതിനൊന്നും മാത്രമല്ല, എല്ലാത്തിനും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ചോറിന് വേണമെങ്കിൽ ഈ ഒരു കറി മാത്രം മതി, വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. അത്രയ്ക്ക് രുചിയാണ്. വേണമെങ്കിൽ ഒരു പപ്പടവും കൂട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് കഴിക്കാവുന്നതാണ്. അതുപോലെ ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ
നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലിൽ ശരവണ ഭവൻ ചട്നിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.